നമുക്ക് അരിയും അരിപ്പൊടിയും ഒന്നുമില്ലാണ്ട് നല്ല പഞ്ഞി പോലുള്ളൊരു അപ്പം റെഡിയാക്കി എടുക്കാം. രാവിലെ നല്ല എളുപ്പമാണ്. നിങ്ങൾക്ക് കറി കൂട്ടി കഴിക്കാനാണെങ്കിലും ഇനി കറിയൊക്കെ ഉണ്ടാക്കാം. മടിയുള്ളവർക്കാണെങ്കിൽ മധുരം ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സ്പോഞ്ച് പോലുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിന് നമുക്ക് വെറും പുട്ടുപൊടി മാത്രം മതി കേട്ടോ. വേറെ തേങ്ങയോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും, ഇപ്പം ഞാനിപ്പോൾ ഇത് മധുരമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കറി കൂട്ടി കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട് ഒരു 2.5 ടീസ്പൂൺ പഞ്ചസാര മാത്രം ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ചെറിയ ചൂടുള്ള പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കുട്ടിയൊക്കെ കൊടുക്കൂലേ പാല്, ഒരു ചെറിയ ചൂടിൽ ആ ഒരു ചൂടേ ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര കലിയുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ 1 കപ്പ് പാലാണ് ഒഴിച്ചത്. ഇനി നമുക്കിത് 2 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. എന്താണെന്ന് വെച്ചാൽ ഈ പുട്ടുപൊടി നന്നായിട്ട് വെള്ളം കുടിക്കുമല്ലോ, അപ്പോൾ ഈ പാലൊക്കെ ഇത് വലിച്ചെടുക്കും. അപ്പോൾ ഇത് ഭയങ്കര കട്ടിയുള്ള മാവായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ അപ്പം ശരിയായിട്ട് കിട്ടില്ല. ബാക്കി വീണ്ടും നമ്മളിതിൽ വെള്ളമോ പാലോ ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിതിവിടെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഞാൻ ഇപ്പോൾ 1.5 കപ്പ് പാലാണ് ഒഴിച്ചത്. ഇനി ഇതിലേക്ക് ബാക്കി ഞാൻ വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാലുണ്ടെങ്കിൽ പാല് ചേർക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം മതി എന്നുണ്ടെങ്കിൽ പാലൊന്നും ഇല്ലാന്നില്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളം മാത്രം ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനിപ്പോൾ എനിക്ക് മടിയായതുകൊണ്ടാണ് മിൽമ പാൽ എടുത്തിട്ട് ഒഴിച്ചത്. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് മാവ് വേണ്ടത്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നല്ല തിളച്ച വെള്ളം വെച്ചൊന്ന് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക. പെട്ടെന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ അടപ്പിൻ്റെ മുകളിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതാ ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല ചൂടുള്ള സമയമാണെങ്കിലാണ് ഇതുപോലെ 30 മിനിറ്റ് കൊണ്ട് പൊങ്ങി കിട്ടുക. അല്ലെങ്കിൽ 1 മണിക്കൂർ വരെയൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പിൻ്റെ സൈഡിലൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് 30 മിനിറ്റ് കൊണ്ട് തന്നെ പൊങ്ങി കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ മാവ് നോക്കിയാൽ നന്നായിട്ട് പൊളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പും ഏലക്കായ ചതച്ചതും ചേർത്ത് കൊടുക്കണം. നമ്മൾ മധുരമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും മധുരം ഇല്ലാത്തതാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ ഏലക്കായ എന്തായാലും ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ 2 ഏലക്കായ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടച്ച് മാറ്റി വെക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് മാറ്റി വെച്ചതിന് ശേഷം മാത്രം നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കാനുള്ള വെള്ളം തിളപ്പിച്ചെടുത്താൽ മതി. കാരണം നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്നും കൂടി ഒന്ന് പൊങ്ങി വരും. നമ്മൾ ആ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കുഴിയുള്ള പാത്രം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ചോറ്റുപാത്രമാണ് എടുത്തിട്ടുള്ളത്, അതിൽ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും സൈഡിലൊക്കെ തേച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് നെയ്യാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നെയ്യ് തേച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഓരോ തവി മാവായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നിറയെ ഒഴിക്കരുത്, കാരണം ഇത് പൊങ്ങി വരാനുള്ളൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക. ഒരു ഈർക്കിളോ അല്ലെങ്കിൽ ഒരു കത്തി എന്തെങ്കിലും വെച്ചൊന്നിങ്ങനെ കുത്തി നോക്കുക. അപ്പോൾ അത് നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അടച്ച് വെച്ച് കുറച്ച് ടൈമും കൂടെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇതിന് നമ്മൾ ഇളക്കിയെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഇരിക്കും. അപ്പം ഞാനിപ്പോൾ കുറച്ച് ധൃതി കൂടുതലായതുകൊണ്ട് അധികം തണുക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ എനിക്ക് എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫുള്ളായിട്ട് തണുത്തതിന് ശേഷമാണ് ഇതൊന്ന് മാറ്റിയെഴുത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇതിൽ നിന്ന് നമ്മളിത് അടർത്തിയെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെയുള്ള അപ്പമാണ്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറി കൂട്ടി കഴിക്കാം. ചിക്കൻ കറീൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് മധുരം കുറച്ച് ചേർക്കുക കേട്ടോ. പിന്നെ കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവർ ഇതുപോലെ നന്നായിട്ട് മധുരം ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനിനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് ഇത്രത്തോളം നല്ല സ്പോഞ്ച് ആയിട്ടുണ്ടെന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാ ഞാനിതൊന്ന്
കട്ട് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾക്കത് നല്ല സ്പോഞ്ചായിട്ട് ഇങ്ങനെ ആരെടുത്തിരിക്കുന്ന അപ്പമാണത്. അപ്പോൾ ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കണ്ടോ, നല്ല സ്പോഞ്ചാണ്. സൈഡൊക്കെ നോക്കിയാൽ നല്ല ഹോൾസൊക്കെ വന്ന് നല്ല ആരെടുത്തിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ നല്ല എളുപ്പമല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ റെസിപ്പികളായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.